പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട നഗരസഭയിലെ പൊറത്തുശ്ശേരിയിലെ പൊറത്തൂച്ചിറ മാലിന്യ വിമുക്തമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള കർഷക സംഘം ഇരിങ്ങാലക്കുട ഏരിയ സമ്മേളനം. മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്ന സമ്മേളനം കർഷക സംഘം ജില്ലാ സെക്രട്ടറി പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബാലാജി സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ടി ജി ശങ്കരനാരായണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ ജെ ജോൺസൺ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ ടി എ രാമകൃഷ്ണൻ, CPIM ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ടി എസ് സജീവൻ മാസ്റ്റർ, ലേഖ ഷാജൻ, NK അരവിന്ദാക്ഷൻ എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത്. സ്വാഗത സംഘം ചെയർമാൻ RL ജീവൻലാൽ സ്വാഗതവും ഏരിയ ട്രഷറർ ഡോക്ടർ KP ജോർജ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി TS സജീവൻ മാസ്റ്റർ പ്രസിഡന്റ്, MB രാജു മാസ്റ്റർ, KV ജിനരാജദാസ് വൈസ് പ്രസിഡന്റുമാർ, TG ശങ്കരനാരായണൻ സെക്രട്ടറി, M നിഷാദ്, ലേഖ ഷാജൻ ജോയിന്റ് സെക്രട്ടറിമാർ, ഡോക്ടർ KP ജോർജ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. നമ്മൾ ആഗ്രഹിച്ച വിജയം വലതുപക്ഷത്തിനാണ് ലഭിച്ചത്. നമുക്ക് വിജയം നേടാൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ട് എന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വളരെ സീരിയസ് ആയി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയം, ഒരു തെരഞ്ഞെടുപ്പിലെ വിജയം നമ്മളെ അഹങ്കാരത്തിൻ്റെ കൊടുമുടികളിലേക്ക് നയിക്കാൻ പാടില്ല. ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയം നമ്മളെ നിരാശയിലേക്കും നിപതിപ്പിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആഗ്രഹിച്ച, കർഷക സംഘം ആഗ്രഹിച്ച, കർഷക സംഘം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കണം എന്നാഗ്രഹിക്കുന്നത് കർഷക സംഘം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. കർഷക സംഘത്തെയും കൃഷിക്കാരെ ആകെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് എന്നതുകൊണ്ട് കർഷക സമൂഹത്തെ ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം അണിനിരത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചെങ്കിലും നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള ശക്തികൾ നമ്മുടെ സ്വാധീന മേഖലകളിൽ പോലും കടന്നു കയറി എന്നതിൻ്റെ കൂടി ഭാഗമായി നമ്മുടെ ലക്ഷ്യം നമുക്ക് ഇരിഞ്ഞാലക്കുടയിൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത വിധത്തിലുള്ള ഒരു പരാജയത്തെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 31-ാം വാർഡിൽ 2025-2026 അധ്യയന വർഷത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. ഇരിങ്ങാലക്കുട പ്രതീക്ഷാ ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ EJ വിൻസെന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കൊപ്പം BSc ഒക്യുപേഷണൽ തെറാപ്പി പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ അന്ന ജിസനെ ആദരിച്ചു. തുല്യതാ പരീക്ഷയിൽ വിജയിച്ച പ്രതീക്ഷാ ഭവനിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. മുൻ കൗൺസിലർമാരായ സതീഷ് പുളിയത്ത്, ജെയ്സൺ പാറേക്കാടൻ, ഫിലോമിന ജോയ്, പ്രതീക്ഷാ ഭവൻ മദർ സിസ്റ്റർ സീമ എന്നിവർ ആശംസകൾ നേർന്നു. വാർഡ് കൗൺസിലർ കൂടിയായ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോണി പോൾ മാവേലി സ്വാഗതവും ജോൺസൺ മാമ്പിള്ളി നന്ദിയും പറഞ്ഞു. കോതമംഗലം മാതൃദേവസ് എഞ്ചിനീയറിംഗ് കോളേജ് സ്വകാര്യമായിട്ട് വേറെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ അവസരമില്ല. ഇന്ന് ഈ കുട്ടികളുടെ അവസരം നനഞ്ഞു. ഇന്നേ കുട്ടികളുടെ ചുറ്റും അവസരങ്ങൾ തുള്ളിക്കളിക്കുക. 100-ലേറെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഏത് വിഷയം പഠിക്കാനും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇന്ന് ലഭ്യമാണ്. 32 മെഡിക്കൽ കോളേജാണ് സംസ്ഥാനത്ത്. 1-2 അല്ല, 32 മെഡിക്കൽ കോളേജുകളുടെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം.
ഈ കുട്ടികളുടെ അവസരം നോക്കുക. ഇത് വേണ്ട അവർക്ക് ശാസ്ത്രസാങ്കേതിക വിദ്യാഭ്യാസപരമായി അതിനുള്ള എത്രയോ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് ഇന്ന് ഈ കുട്ടികൾ പാസ്സായി വരുമ്പോൾ അവർക്ക് ധാരാളം അവസരങ്ങളാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിലെ പോലെ പരിമിതമായുള്ള അവസരങ്ങൾ, ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ എത്തിച്ചേരാവുന്ന ഉയരങ്ങൾക്ക് വലിയ അതിർത്തി നിശ്ചയിച്ചിട്ടുള്ള കാലഘട്ടമാണ്. ഇന്ന് അതല്ല, ഇവരുടെ ഭാവനകൾക്കനുസരിച്ച് ഇവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർ വിദ്യാഭ്യസിക്കാൻ, ആ വിദ്യാഭ്യാസത്തിൽ കൂടി അവരുടെ ഉയർന്ന ജീവിത വിജയം നേടാനുള്ള വലിയ അവസരം കൈവരുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ SSLC പ്ലസ് 2 എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ വഴിത്തിരിവാണ്. ഇവർ നിശ്ചയിക്കാണ് ഇവരാരാവണം, എഞ്ചിനീയറാവണം, ഡോക്ടറാവണം, സിവിൽ സർവീസിൽ പോകണം, ഇത് തീരുമാനമെടുക്കുകയാണ്. SSLC കഴിയുമ്പോൾ പ്ലസ് 2 സബ്ജക്റ്റ് ഓപ്ഷൻ ചെയ്യുമ്പോൾ തീരുമാനിച്ചു ഞാൻ എന്താവണം, എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താണ്, എനിക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ അടുത്ത അഭ്യർത്ഥനയുള്ളൂ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് പഠിക്കാൻ അവസ്ഥയാണ് അവരനുഭവിക്കുക. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് രക്ഷിതാക്കളുടെ അമിതമായിരിക്കുന്ന ആവേശമാണ്. തൊട്ടയലത്തെ വീട്ടിൽ കുട്ടി മെഡിസിൻ പഠിക്കുക, എൻ്റെ മകൻ പഠിക്കുന്ന മെഡിസിൻ എന്ന് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാട്ടുങ്ങച്ചിറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരവ് 2026 മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MR ഷാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻഡ് സെബാസ്റ്റ്യൻ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൽ ഹഖ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ, മുനിസിപ്പൽ കൗൺസിലർമാരായ ജോഫി ബോസ്, ബാബു പാലക്കൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശരത് ദാസ്, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫെസ്റ്റിൻ ഔസഫ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ജോയ് ചാത്തേലി, ഷാനവാസ് KM, ഷാർവിൻ NO, B പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ SSLC പ്ലസ് 2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. വളരെ സന്തോഷമുണ്ട്. ഷാജി സൂചിപ്പിച്ചതുപോലെ 16ാമത് വർഷവും തുടർച്ചയായി നിങ്ങളുടെ മുന്നിൽ വരാനും നമ്മുടെ കുട്ടികളെ ആദരിക്കാനും കിട്ടുന്ന അവസരം ഇത് ചെറിയ കാര്യമല്ല. എല്ലാ വർഷവും പറഞ്ഞാൽ ഇത് സംഘടിപ്പിക്കാനും സംഘാടന സമിതിയും ആ സംഘാടന സമിതിയിൽ നല്ല ചുറുചുറുക്കായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നല്ല ആദരണീയ പരിപാടി എല്ലാ വർഷവും നടത്താറ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള അർഹരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് എന്തെങ്കിലും പഠന ഉപകരണങ്ങളുടെ സഹായം നൽകാൻ സാധിക്കുന്നതിന് കാരണം ഇത് തന്നെയാണ്. നമ്മുടെ ഈ സംഘാടന മികവും ഇവരുടെ കൂട്ടായ്മ തന്നെയാണ് ഈ കാരണം. 16 വർഷം മുമ്പ് നടത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ് നമുക്കറിയാം. അപ്പോൾ ഈ ഞാനൊരു പ്രസംഗത്തില്ല, കാരണം പ്രസംഗം മാനസഭാഷയിപ്പിക്കുക. കാരണം KSU കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഭാവി ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കണം, ഇന്നത്തെ വർത്തമാന സമൂഹത്തിൻ്റെ സ്ഥിതി എന്താണ്, വിദ്യാർത്ഥി ലോകത്തിലെ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളൊക്കെ വളരെ വിശദമായി എന്നതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നടക്കുന്നില്ല. ആശുഭാഷയെ ഏൽപ്പിക്കുകയാണ്. നമുക്കറിയാം ഇന്ത്യയിലെ കോൺഗ്രസ് സമൂഹം നന്നായി മുന്നേറുന്ന ഒരു സമൂഹമാണ്. ഒരു കാലത്ത് ഇടതുപക്ഷ കോട്ടയായിരുന്ന നമ്മുടെ നിയോജകമണ്ഡലം ഇന്ന് ഐക്യജനാധിപത്യത്തിൻ്റെ കോട്ടയാക്കി കൊണ്ടുവരാൻ സാധിച്ചത് നമ്മുടെ ജീവിതത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല. മാപ്രാണം വൈറ്റ്ഫീൽഡ് വില്ലാസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് തോമസ് സുണ്ണിയാടന സ്വീകരണം നൽകി. അസോസിയേഷൻ സെക്രട്ടറി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ അജിത്, JBV സംസ്ഥാന പ്രസിഡന്റ് PB സത്യൻ, രക്ഷാധികാരികളായ ദിവാകരൻ, വിജി സുകുമാരൻ, NS സുനിൽകുമാർ, പോൾ കല്ലേലി, മഞ്ജു സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.